ഹലോ ഹായ് മക്കളെ, യെസ് അവന മിസ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടാൻ തുടങ്ങി അല്ലേ? അപ്പൊ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ അവസ്ഥ എന്താണ്? ചില ആൾക്ക് എന്താ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു മിഡിലാണോ, അല്ലെങ്കിൽ എന്താ നല്ല മാർക്ക് ഉണ്ടോ? അങ്ങനെ എല്ലാവരും വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾ പഠിച്ചതിന്റെ ലെവലിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ മിസ് ഒരു കാര്യം പറയട്ടെടാ, ഈ ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാര് നിങ്ങൾ മാത്രമാണ്. മിസ് മുന്നേയും പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളത് അല്ലെ? ഒരു പെട്ടെന്ന് ഒരു ദിവസം വന്ന മാറ്റങ്ങളൊന്നല്ല. എക്സാം പാറ്റേണിലായാലും അതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേണിലായാലും ഒന്നും എന്താ പെട്ടെന്ന് ഒരു ദിവസം വന്ന മാറ്റങ്ങളല്ല അല്ലെ? നമ്മൾ ആ ലൈവ് ക്ലാസ്സിന് മുന്നേ എന്തുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, കുറേ അധികം മാറ്റങ്ങൾ വരാറുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടി. ഇനി എന്ത് ചെയ്യാം മക്കള്, അതങ്ങ് മാറ്റി വെക്കുക. മാർക്ക് കുറഞ്ഞാലും എന്തായാലും ഇനി നിങ്ങൾ ഒന്നും എന്ത് ചെയ്യണ്ട, ഒന്നും നിങ്ങൾ മൈൻഡിൽ വെക്കണ്ട. ഓക്കെ, അതുപോലെ തന്നെ പാരന്റ്സിനോടും പറയാം, പാരന്റ്സിന് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്ത് ചെയ്യണം, നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് ഇനി ഇത് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് ടേം എക്സാമാ അല്ലേ? ക്രിസ്മസ് എക്സാം വരാണ്ട്, ആനുവൽ എക്സാം വരാണ്ട്. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇതിൽ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്താവും നിങ്ങൾ തന്നെ ഒന്ന് എന്ത് ചെയ്യുക, ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഇത്രയും ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ മാർക്കാണെങ്കിൽ വലിയ ക്ലാസ് നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവും അല്ലെ? വലിയ ക്ലാസ് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ചെറിയ ക്ലാസ്സിൽ ബേസ് വേണം. ഈ ബേസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു 2-3 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനങ്ങളൊന്നും അല്ല, കുറെ അല്ലേ? അതായത് ഇനിയും ഒരു ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ബേസ് എന്ന് പറയേണ്ടത് അല്ലെ? അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച സാധനം എത്രത്തോളം ആ ഒരു ആൻസർ ഷീറ്റിൽ നിങ്ങളെ കൊണ്ട് പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തോ ആയിക്കോട്ടെ അതവിടെ മാറ്റി വെക്കുക. ആ ഒരു ആൻസർ ഷീറ്റ് കളയാനൊന്നും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോളാം, നിങ്ങളെ റേഞ്ച് എന്താണ്, നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് നോക്കിക്കോളാം. ഓക്കെ, എന്നിട്ട് അത് മാറ്റി വെക്കുക. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക. പാറ്റേൺ ഒക്കെ മുന്നിൽ കിട്ടിയല്ലോ, പാറ്റേൺ കണ്ടല്ലോ, എക്സാമിന്റെ മാർക്ക് കണ്ടല്ലോ അല്ലേ? വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ വഴക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തായിരിക്കും അവരെ കഷ്ടപ്പാട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ വർക്ക് ചെയ്യേണ്ടേടാ. ഈ ആൻസർ ഷീറ്റ് കൊണ്ട് അയ്യോ എനിക്കിനി കുറച്ചും കൂടി പഠിക്കായിരുന്നു, അങ്ങനെ ഓർമ്മിച്ചിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ കാര്യം ഓർമ്മിച്ച കാര്യമുണ്ടോ? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കണ്ട എന്നുള്ള ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കാര്യം എന്തിനു ഓർമ്മിക്കണം? കഴിഞ്ഞ കാര്യത്തിന് നമ്മളെന്താ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ആ ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം അടുത്തൊരു എക്സാമിന് നിങ്ങൾ നേരിടാൻ പോകേണ്ടത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് എക്സാം ഉണ്ട് അല്ലേ? നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഈ മാർക്കിൽ നിന്ന് ഒരു കാരണവശാലും ഇതിലും കുറയാൻ പാടില്ല, ഇതിൽ കൂടാനേ പാടുള്ളൂ. ഇതിൽ ഒരു മാർക്കെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അതെ നിങ്ങൾ ട്രൈ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്. ഇതിൽ ഒരു മാർക്കെങ്കിലും കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാ നിങ്ങൾക്ക് മുന്നിൽ മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ക്ലാസ് 6 ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അല്ലെ? ഈ ഒരു ബാച്ചിന്റെ ഈ ഒരു നെയിം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഫാസ്റ്റ് ആണ്. നമ്മൾ എന്താണ് ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കും. ഇത് കിട്ടാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 15 ആണ്. എന്റെ മക്കൾ ഇത് ഇപ്പൊ വീഡിയോ കാണുന്ന മക്കൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ വേണ്ട, ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിലേക്കായിട്ട് ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. മക്കളെ ഇതാ ഫസ്റ്റ് ടേം എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ. ക്രിസ്മസ് എക്സാം ഉണ്ട്, ആനുവൽ എക്സാം ഉണ്ട്. നിങ്ങൾ ഈ ബേസ് ഒക്കെ പഠിച്ച് അടിപൊളിയായിട്ട് വരണം അല്ലെ? 6ാം ക്ലാസ്സൊക്കെ നന്നായിട്ട് പഠിക്കാൻ മാറി വന്ന ടെക്സ്റ്റ് ആണ്. 6ാം ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണ് മാറി വന്ന ടെക്സ്റ്റ് ആണ്. റെഫർ ചെയ്യാൻ എവിടെയും പോവാൻ പറ്റില്ല. എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ വേണം അല്ലെ? നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഞങ്ങൾ. ഇത് അടിപൊളിയായിട്ട് ഞങ്ങൾ കുറേ ഫാക്കൽറ്റീസ്, കുറേ ടീച്ചേഴ്സ് റെഡിയാണ്. വൈകിട്ടില്ല, ഇനി വൈകാൻ പാടില്ല. നിങ്ങളെ മുന്നിൽ മിസ് പറഞ്ഞു തന്നു അല്ലെ? നിങ്ങൾ ഓൾറെഡി ഈ ഒരു അവസ്ഥയിലുള്ളത് മിസ് പറഞ്ഞു തന്നു. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, ബാക്കോട്ടേക്ക് വലിയാൻ പാടില്ല. പാരന്റ്സിനോട് പറയാം. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ചാപ്റ്റേഴ്സുമായിട്ട് ആപ്പിൽ കാണാം. ബൈ.